വാഷിങ്ടണിലുള്ള എൻ്റെ ഈ ഒരു ക്ലയൻറ്റ് ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് ഇതുപോലെ ആയിത്തീരാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ല? ഇവർ 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ കുട്ടികളായി എനിക്ക് ഭർത്താവുണ്ട്, ഇനി വീട്ടിലിരിക്കാം എന്ന് പറയുന്നവരോട് നിങ്ങൾ വർക്കൗട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെഡിലായി പോകും. അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് എന്നത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഈ ട്രാൻസ്ഫർമേഷൻ നോക്കൂ. നൗ ഷീ ലുക്സ് മോർ യങ് അല്ലേ? അപ്പോൾ അതാണ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ കാർഡിയോ എന്നത് നിങ്ങൾ ഈ ആഹാരത്തിനകത്ത് സോൾട്ട് ചേർക്കുന്ന പോലെ ലേശം ആഡ് ചെയ്താൽ മതി. വീക്ക്ലി വൺസ് ഓർ ട്വൈസ്, ലോ ഇൻറ്റൻസിറ്റി. അപ്പോൾ ജോസ്നയ്ക്ക് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത വർക്കൗട്ടുകൾ: ലെഗ് പ്രസ് ഒഴിവാക്കി സ്ക്വാട്ട് ചെയ്യിപ്പിച്ചു, ബൈസെപ്സുകൾ ഒഴിവാക്കി ബെൻറ്റ് ഓവർ ബാർബൽ റോ ചെയ്യിപ്പിച്ചു, അതിൻ്റെ കൂടെ ഡെഡ് ലിഫ്റ്റ് ചെയ്യിപ്പിച്ചു, ഹിപ്പ് ത്രസ്റ്റേഴ്സ് ചെയ്യിപ്പിച്ചു. അതുപോലെയുള്ള വർക്കൗട്ടുകളാണ് ഈ പെട്ടെന്നുള്ള റിസൾട്ടിന് കാരണം. അതുമാത്രമല്ല ന്യൂട്രീഷൻ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾ എത്ര വർക്കൗട്ട് ചെയ്താലും ന്യൂട്രീഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കില്ല. അപ്പോൾ ഞാൻ ജോസ്നയ്ക്ക് കൊടുത്തത് ഒരു ദിവസം അപ്പർ ബോഡി വർക്കൗട്ട്, നെക്സ്റ്റ് ഡേ ലോവർ ബോഡി വർക്കൗട്ട്, 3rd ഡേ ഓഫ്. ഈ സൈക്കിൾ ഞങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും പറയുമല്ലോ, ഞാൻ ബ്ലഡ് വർക്ക് ചെയ്തു, എൻ്റെ ഹെൽത്ത് ഓക്കെയാണ്, ഒരു കുഴപ്പവുമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, പൊണ്ണത്തടി അഥവാ ഒബിസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും വലിയ രോഗമാണ്. അത് അടുത്ത രോഗത്തിൻ്റെ ലക്ഷണം കൂടിയാണ്. അപ്പോൾ സൂക്ഷിച്ചു.